അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. പ്രണയിച്ചോ അതിന് തെറ്റൊന്നുമില്ല, പക്ഷെ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ ഒരിക്കലും ചീറ്റ് ചെയ്യാൻ പാടില്ല. അതിപ്പോൾ എൻ്റെ ആരോ മറച്ചിട്ടതാണോ വീണതാണ്. ഇദ്ദേഹമാണോ ഈ പുറകുന്ന മറ്റെന്താ പറയുക മീൻകാരനെ പോലെ ചറപറ കൊണ്ടടിക്കുന്നത്. ഹലോ യൂട്യൂബ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിതാ വയനാട്ടിൽ ഇപ്പോൾ കൽപ്പറ്റയാണുള്ളത്. ഇവിടെ നേരെ കോഴിക്കോട് പോകണം. കോഴിക്കോട് ബീച്ചിലേക്കാണ് ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കൂടെ അനന്തുണ്ട്. നമ്മുടെ വണ്ടിക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. മിറർ വെച്ചിട്ടുണ്ട്, അതുപോലെ ടയർ ഹഗ്ഗർ, നമ്പർ പ്ലേറ്റ് പക്ക സ്റ്റോക്കാണ് കേട്ടോ ഗൈസ്. വണ്ടീനെ പുറകിലിരിക്കുന്ന നമ്മളെ അനന്തും ഇല്ലേ, അപ്പോൾ അവന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഒരു 2 കൊല്ലമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ അവളൊരു ചീറ്റിങ്, അതായത് ബെസ്റ്റി അതുപോലുള്ളൊരു ബന്ധം. അതെന്തായിക്കോട്ടെ, നമ്മൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അതിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ ചീറ്റ് ചെയ്യാൻ നിൽക്കണം. ചീറ്റ് ചെയ്താൽ അവരിട്ടിട്ട് പോകും. പിന്നെ എന്താ പറയുക, പറഞ്ഞിട്ടും കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എങ്ങനെയാണോ ഒരാളോടൊരു സത്യസന്ധത നീതി കാണിക്കുന്നത്, അതുപോലെ ആയിരിക്കും ഓപ്പോസിറ്റുള്ള ആൾക്കാരും കാണിക്കുന്നത്. അതായത് മിക്ക റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാനുള്ള കാരണം 2 പേരെ ഇടയിലേക്ക് മൂന്നാമതൊരാളെ കടന്നു വരുന്നത് മൂലമാണ്. അതായത് നമ്മൾ അനന്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനന്തുവിന് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു അവരെ ബന്ധവും കാരണമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് അവിടെ എന്താ പറയുക ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിക്കുന്നത്. അതുപോലെ അവനെ ഹൈഡ് ചെയ്തിട്ട് സ്റ്റോറി ഇടുക, അത് മാക്സിമം അവനെ പറ്റിക്കുക. അതന്നെ. അപ്പോൾ അവനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് അവനെ എന്താ പറയുക, അവനോട് ഒന്ന് പറയുക, അവൻ്റെ ഒന്ന് കാണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് എന്താ പറയുക വളരെയധികം അവനെ വേദനിപ്പിച്ച്. അപ്പോൾ അവന് അതിൻ്റെ ഒരു എന്താ പറയുക ഡിപ്രഷൻ ആ ഒരു ഇതിലാണ് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അവനെയും കൂട്ടി പെട്ടെന്നൊരു എടുത്ത തീരുമാനമാണ് നമ്മൾ ഇന്നത്തെ ഒരു ബ്ലോഗും അതുപോലെ യാത്രയും. അപ്പോൾ നമ്മൾ കൽപ്പറ്റയാണുള്ളത്, കോഴിക്കോട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതായത് പ്രണയം എന്ന് പറയുന്നതൊക്കെ നല്ലതാണ്. അതായത് ഫീലിങ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫീൽ പ്രണയമാണ്. ശരിക്കും അതൊക്കെ വെറും തോന്നലാണ്. നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ അത് ഓപ്പോസിറ്റുള്ള ആൾക്കാർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ എന്താ പറയുക ചീറ്റ് ചെയ്യില്ല. നമ്മൾ സ്നേഹം എന്താ പറയുക, നമ്മൾ അവരൊക്കെ കൊടുക്കുന്നതും അവർ തിരിച്ചു തരുന്നതൊക്കെ വ്യത്യാസമാണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം വയനാട്ടിലിപ്പോൾ അത്യാവശ്യം എന്താ പറയുക മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ KSRTC നമ്മൾ കുറേ നേരമായിട്ട് എന്താ പറയുക വട്ടം കറക്കുന്നുണ്ട്. അതായത് നടുവ് കയറിയിട്ടാണ് അവർ വണ്ടി ഓടിക്കുന്നത്. ഓപ്പോസിറ്റ് ഓട്ടയ്ക്കാനുള്ള ഇതുമില്ല, നല്ല തിരക്കുണ്ട് ഇന്ന് റോട്ടിൽ. അമ്മ വല്ലാതെ ഓണർ ചേർപ്പിയാണ്. ആരാം ജസ്റ്റ് നോക്കട്ടെ. ഓ, ഇദ്ദേഹമാണോ ഈ പുറകുന്ന മറ്റെന്താ പറയുക മീൻകാരനെ പോലെ ചറപറ ഓണടിക്കുന്നുണ്ട്. പുള്ളിന് ഓൺ കേട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയത്. അവിടെ മഴ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. GT അല്ല പോയത് പുള്ളി. പൊതുവെ നല്ല തണുപ്പാണ്, അതുപോലെ എന്നും മഴ ഉണ്ടാവും. പിന്നെ റോഡ് സൈഡിൽ വൈത്തിരി പോലീസിൻ്റെ ഒരു പ്രത്യേക ചെക്കിങ് ഉണ്ട്. ഇന്നെന്താ അറിയില്ല, കാണുന്നില്ല. അല്ലെങ്കിൽ ഞായറാഴ്ച ഇവിടെ എപ്പോഴും ചെക്കിങ് ഉണ്ട്. മിക്ക പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും ഇവിടുന്ന് പൊക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. പിന്നെ ഗൈസ് ഹെൽമെറ്റിന് വൈസർ താത്തിയുണ്ട്. മഴ പെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുന്നില്ല. നമ്മുടെ ക്യാമറ ഇപ്പോൾ വാട്ടർ ഓഫ് അല്ല, കാരണം മൈക്ക് അഡാപ്റ്റർ കൊടുക്കുമ്പോൾ ക്യാമറ വാട്ടർ ഓഫ് അല്ല ഗൈസ്. അപ്പോൾ ഞാൻ നൈസായിട്ട് എന്താ ക്യാമറ ഓഫ് ചെയ്തിട്ട് ബാഗിൽ വെക്കുകയാണ്, കാരണം മഴ പെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വയനാടിൻ്റെ ആ ഒരു ബോർഡ്. അനന്തോ, എന്താ സ്ഥിതി? മഞ്ഞുണ്ടോ? നല്ല രീതിയിൽ കോട ഉണ്ടോ എന്തോ അറിയില്ല. ആ ഗൈസ്, നല്ല കോട കയറി വരുന്നുണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയിട്ടും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ചെറുത്തിരി ബ്ലോക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നല്ല ഫോഗുണ്ട്. വാവ്. അപ്പം നമ്മൾ വിചാരിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞും കാണാനൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ടൈഗർ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തിരിച്ചെടുക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം നല്ല രീതിയിൽ ആളുണ്ട്. നമുക്ക് ജസ്റ്റ് വണ്ടി സൈഡാക്കി സ്റ്റോറിക്കൽ എന്തെങ്കിലും സാധനം ഇറക്കാം. വണ്ടി പോകില്ലായിരിക്കും അല്ലേ? ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഹെൽമെറ്റിൻ്റെ വൈസർ ഒന്ന് പൊക്കിയിട്ട് ആസ്വദിക്കാം. കാണുന്നോട് വലിയ മഞ്ഞൊന്നും ഇല്ല കേട്ടോ. റെക്കോർഡാ റെക്കോർഡാടാ. അത് ഞാൻ ഇത് ഓഫാക്കിയതാ, സ്ക്രീൻ ഓഫാക്കിയതാ, ചാർജ് ചെയ്താണ്ടിരിക്കാൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ മഴ പെയ്താൽ സാധാരണ നല്ല മഞ്ഞ് കയറി വരുന്നതാണ്. ഇന്നിങ്ങനെ മഞ്ഞൊന്നുമില്ല.
എന്തായാലും വരുമ്പോൾ നമുക്കൊന്നുകൂടെ നോക്കിയേക്കാം. പിന്നെ ഇന്ന് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ആരോ മറച്ചിട്ടതാണോ വീണതാണ്. ഓക്കെ, സ്റ്റാൻഡ് നിൽക്കാൻ ചാൻസ് ഇല്ല. പോകാൻ വന്നത് എന്നാൽ ഇവിടെ നിന്ന് എല്ലാം തിരക്കാം. പെട്രോളിൻ്റെ സീൻ ഉണ്ടാവില്ലല്ലോ. ആ ഫുൾ ടാങ്കല്ല അതുകൊണ്ടിരുന്നു. എവിടുന്ന് എണ്ണയൊക്കെ പോകുന്നു. എന്നാ പോയാലോ? ആ, പിന്നെ ഇവിടെ കൂടുതൽ നിന്നിട്ട് സമയം നോക്കുന്നില്ല, നേരെ കോഴിക്കോട് പിടിക്കാം. എന്താടാ ഇങ്ങനെ? ഏത് ഫ്യൂലാ? ഫ്യൂൽ ഓഫ് ആക്കില്ല. ആക്സിലേറ്റർ ജാമുണ്ടല്ലോ മുത്തേ. ഇതിലെ ക്യാമറ ഓഫാക്കി പോകാൻ എനിക്ക് പറ്റുന്നില്ല ഗൈസ്. ഫോണിൽ കളിച്ച് വണ്ടി ഓടിക്കുക, അതും ഇയർപിന്നിലൊക്കെ. ഇതൊക്കെ തെറ്റാട്ടെ ഗൈസ്. ഇങ്ങനെ നാല് ചെയ്യാതിരിക്കുക. കാരണം ഏത് നിമിഷം ഏത് വണ്ടിയും ചിലപ്പം കയറി വരാം, അതുപോലെ ഫ്രണ്ട് പോകുന്ന വണ്ടി ചവിട്ടാം സാധ്യത കൂടുതൽ. അപ്പോൾ ഈ സമയത്ത് ഫോണിലൊന്ന് കളിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഇതുപോലത്തെ ചെറിയ ഇടുങ്ങിയ ഹെയർ പിന്നുകളില്ലേ. പിന്നെ ഗൈസ്, എൻ്റെ ചെവിയും മൂക്കൊക്കെ അടഞ്ഞെടുക്കുക. എൻ്റെ സൗണ്ടൊക്കെ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു തണുപ്പ് കയറി. പിന്നെ നല്ല പനിയായിരുന്നു. പനിയൊക്കെ മാറിയിട്ടില്ല. അതിനു മുമ്പേ ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. ഹെൽമെറ്റിന് വൈസറി പൊക്കിയിട്ടാണ് സംസാരിച്ചത് കേട്ടോ നേരം. അപ്പോൾ കാറ്റടിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. പിന്നെ ആരൊക്കെയോ റീൽസൊക്കെ എടുക്കുന്നുണ്ട്. KL73 എൻ്റെ നാട്ടിലത്തെ വണ്ടിയാണല്ലോ. ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ പറന്ന് കയറി പോകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇച്ചിരി നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ ആരൊക്കെയോ സ്റ്റാറ്റസിനും അതുപോലെ ഇൻസ്റ്റ സ്റ്റോറിക്കെല്ലാം വേണ്ടി വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാ വീഡിയോ ഫോട്ടോയിലും ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും ക്യാമറ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മിക്ക ആൾക്കാരും വീഡിയോ എടുക്കുന്നത്. കാരണം എടുത്തു ഞാനൊന്നും കണ്ടില്ല. ഇപ്പോൾ ക്യാമറ ഓഫാക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിട്ടും ഓഫാക്കാതെ ഓടിച്ചു പോകുന്നത്. കാരണം ഓഫാക്കാൻ തോന്നുന്നില്ല. ഇത് ഞാൻ എങ്ങനെ ആസ്വദിക്കുന്നു അത് നിങ്ങളും കൂടി ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ക്യാമറ ഓഫ് ചെയ്യാത്തത് കേട്ടോ. മഴക്കാലത്തൊക്കെ വരണം. മഴക്കാലത്ത് വരണ്ടെന്ന് ഞാൻ പറയില്ല. മഴക്കാലത്ത് മഴ നന്നിട്ടാണെങ്കിലും നിങ്ങളിങ്ങോട്ട് വരണം. കാരണം ഈ കാഴ്ച നിങ്ങളത്രക്കും സംതൃപ്തി നൽകും. പിന്നെ എനിക്കിപ്പോൾ ഒരു നെഗറ്റീവ് തോന്നുന്നത് ഈ വണ്ടീൻ്റെ ആക്സിലേറ്ററിനെ കുറിച്ചിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി ആക്സിലേറ്റർ ജാം ആവുന്നുണ്ട്. ചിലപ്പോൾ വീണിട്ട് എന്താ പറയുക ഹാൻഡിൽ ബെൻഡായിട്ട് ആക്സിലേറ്റർ കേബിൾ ടൈറ്റായിട്ടായിരിക്കും. സൗന്ദര്യം നഷ്ടപ്പെട്ട് കൈസി ഇവിടെ വെച്ചിട്ട്. അതിനൊന്നും എത്ര വളവാണ്? 5 അല്ലേ? ഇപ്പോൾ 4 മൂന്നാമത്തെ വളവിൻ്റെ ആ ഒരു ബോർഡും ഞങ്ങൾ വരുന്നുണ്ട്. KSRTC ഇതാ കയറി വരികയാണ് ഭയപ്പെടുത്തിയതുകൊണ്ട്. പൊളി പൊളി. ശരിക്കും പറഞ്ഞാൽ KSRTCനെ കുറ്റം പറയുന്ന ആളാട്ടെ ഞാൻ. എന്തായാലും KSRTCനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു വളവിൽ വെച്ചിട്ടാണ്. കാരണം വയനാട് ചുരത്തിൽ വെച്ചിട്ട് ഒരു രക്ഷയില്ല. അടാ എന്തോ മഴയാണ്. അവിടെ കയറ്റിയാലോ? പൂക്കനാട്ടര വഴിയാണ് പോകുന്നത്. അവിടെ നമ്മുടെ ഫ്രണ്ട് അശ്വിനെ കാണാനുണ്ട്. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അവനെയും കൂട്ടിയിട്ടാണ് നമ്മൾ നേരം തരാം കോഴിക്കോട് ബീച്ചിലോട്ട് പോകുന്നത്. പിന്നെ മഴ ചാറുന്നുണ്ട് കേട്ടോ ഗൈസ്. മഴ ഇങ്ങോട്ടൊക്കെ നല്ല ചാറുന്നുണ്ട്. വരുമ്പോൾ അത്ര മഴയില്ലായിരുന്നു. നമ്മൾ മഴക്കോട്ടും കാരണമൊക്കെ ഊരി വെച്ചപ്പോഴാണ് പിന്നെ മഴ വരുന്നത്. മഴ എന്തോ ഒരു പ്രതികാരം വീട്ടുന്ന പോലെയാണ് ഞങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വയനാടിനെ സംബന്ധിച്ച് ഫുള്ള് മഴയാണ്. ഇങ്ങോട്ടൊന്നും അത്ര മഴയില്ല. മിറതാ ഇങ്ങോട്ടൊക്കെയൊക്കെയോ പോകുന്നു. മിററിൻ്റെ നെറ്റ് ലൂസായിട്ടുണ്ട്. അത് ടൈറ്റ് ചെയ്യണം. സ്പാൻഡർ വണ്ടിയിലുണ്ട്, കുറച്ചിൻ്റെ ടൈറ്റ് ചെയ്യണം. എന്തല്ല പേഴ്സണലായിട്ട് ഈ ഒരു റോഡ് ഭയങ്കര ഇഷ്ടമാണ് മറ്റേതിനെക്കാളും. അതുകൊണ്ട് ഞാൻ ആദ്യം ഇതിലേ വരുന്നത്. ഞാൻ ഒന്ന് ആസ്വദിച്ച് ഇങ്ങനെ വരാം. രാമനാട്ടിലെത്തി. അപ്പോഴാണ് ഒരു അതിഥി ഞങ്ങളെ തേടി വന്നത്, വിശപ്പ്. അപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഹോട്ടലൊന്നും നമ്മൾ അങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇതവിടെ ഒരു ഹോട്ടലാണെന്നുണ്ട്. അപ്പോൾ ഇവിടെ കയറി എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ ഫുഡില്ല. ഞാൻ കഴിക്കുന്ന മോട്ടോർസുക്ക് നോക്കിയിരിക്കട്ടെ. വണ്ടീൻ്റെയൊക്കെ കോലം ഉദാഗതിയാണ്. ഇനി മഴയൊന്നുമില്ല കേട്ടോ അങ്ങോട്ട്. അപ്പോൾ റെയിൻ ജാക്കറ്റൊക്കെ ഊരട്ടെ. ഇനി മഴയില്ല എന്നാണ് തോന്നുന്നത്. പരിപാടിയൊക്കെ ഇനി നേരം കാലിക്കറ്റ് പോവാം. നമ്മുടെ അശ്വിൻ്റെ അടുത്തേക്കാണ് അടുത്ത പരിപാടി. ഇതാണ് ബസ്സിൻ്റെ ഒരു കാര്യം കേട്ടോ. നടുവിൽ സഡൻ ബ്രേക്ക് പിടിച്ച് നിർത്തുക, ആളിറക്കാൻ വേണ്ടി. സ്റ്റോപ്പ് ഉണ്ടെന്നോ? സ്റ്റോപ്പില്ലായിരിക്കും, ഉണ്ടെന്നോ തോന്നുന്നത്.
അപ്പോൾ എന്തൊന്നല്ല, ഇപ്പോൾ ഒരു 18 വയസ്സ് മുതൽ 25 വയസ്സിൻ്റെ പ്രായമുള്ള എല്ലാവർക്കും ഒരു സംഭവമാണ് പ്രണയ നൈരാശി. അതിപ്പോൾ ഒരു ട്രെൻഡായിട്ട് കാണുന്ന ആളുകളുണ്ട് കേട്ടോ. ട്രെൻഡായിട്ട് ഡിപ്രഷനൊക്കെ അടിച്ച് വലിയ ലഹരിയൊക്കെ അടിച്ച് കയറ്റി എന്തൊക്കെയോ ബോധമില്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കുറ്റം പറയാനോ കുറ്റപ്പെടുത്താൻ വേണ്ടി അല്ല വീഡിയോ ചെയ്യുന്നത്. മീൻസ് അതങ്ങനെയാണല്ലോ, നമ്മളിപ്പോൾ ഒരാളെ ഇഷ്ടത്തോടെ നമ്മൾ അത്രയും സ്നേഹത്തോടെ കാണുന്ന സമയത്ത് അയാൾ ചതിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഇല്ലാതെയാക്കും. കാരണം എനിക്കും തേപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, തേപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനെങ്ങനെ എന്താ പറയുക, എൻ്റെ ലൈഫ് കഴിഞ്ഞിട്ട് എന്താ പറയുക എനിക്ക് മറ്റെല്ലാ കാര്യമുള്ളൂ. അവിടെ ബസ് കയറി വരുന്നത് ഗൈസ് എന്താ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് രാമനാട്ടുകര ടൗൺ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളെ ചെക്കനൊന്ന് കാണണം. ഇപ്പോൾ രാമനാട്ടുകര ടൗണിലാണുള്ളത്. ഇവിടെയാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ അവൻ അറിയില്ല ഞങ്ങളെന്നോട് വരുന്നത്. അവൻ്റെ വണ്ടി കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെക്കൻ്റെ RS ഇതാ അവിടെ കാണുന്നുണ്ട്. അശ്വിനി എന്നാണ് അവൻ്റെ പേര്. അവൻ അറിയാതെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കൊരു പണി കൊടുക്കാനുള്ള പരിപാടിയാണ്. സൺഡേ ആയിട്ട് പോലും പണിക്ക് വരുന്ന നിങ്ങളേതെങ്കിലും ചങ്കുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ ചെക്കനതവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വയനാടിൻ്റെ മനോധാരങ്ങളിൽ എന്താ സ്ഥിതി? ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇവനിതൊക്കെ പറയും, പക്ഷെ നമ്മുടെ വീഡിയോ ഇടും കേട്ടോ. ചെക്കനെന്തോ മേടിച്ചതാണ് കണ്ടിട്ടുണ്ട്. പോവുകയാണ്. അപ്പോൾ മച്ചാനെ പോയിട്ടാ നീ ഇറങ്ങട്ടെ അങ്ങോട്ട് വയനാട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ആയി കൊടുക്ക്. മച്ചാനെ പോയിട്ടോ. അത് പരിപാടിയൊക്കെ നമ്മളെ ചെക്കനെ കണ്ട് തിരിച്ചു പോയി. അപ്പോൾ നമ്മൾ 150 കിലോമീറ്റർ വന്ന് നമ്മളെ ചെക്കനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് ഓക്കെ ബൈ. പരിപാടി എന്ന് വെച്ചാൽ നേരെ ബീച്ചിലോട്ടാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങിയത് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 4:15. ഇനി നേരെ ബീച്ചിലോട്ട് പോവാം. അവിടെ നിന്ന് ഒരു 5:30 ആ ടൈമിൽ ഇറങ്ങണം. ഇറങ്ങിയിട്ട് നേരെ വയനാട് പിടിക്കണം. കാരണം ഞായറാഴ്ചയാണ്, പിന്നെ മഴ ഉള്ളതുകൊണ്ട് എന്താ പറയുക ചെറുത്തിൽ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സൺഡേ പൊതുവെ നല്ല ബ്ലോക്കാണ്. നമ്മുടെ ചെക്കനെ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. അല്ല നമുക്ക് നേരെ ബീച്ചിലോട്ട് വരുന്നു, വലിയ ദൂരമില്ല. പിന്നെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, നമ്മുടെ ചെറുക്കന് വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ ചെക്കന് ഞാൻ പറഞ്ഞില്ല പ്രണയ നൈരാശി. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇപ്പം നമ്മൾ പ്രണയിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഗൈസ്, പ്രണയിച്ചോ അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ ഒരിക്കലും ചീറ്റ് ചെയ്യാൻ പാടില്ല. അതിപ്പോൾ ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ. അതായത് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണോ നിങ്ങൾ പ്രേമിച്ചോ, അല്ലാതെ ഫസ്റ്റ് ലവ്, സെക്കൻഡ് ലവ്, തേർഡ് ലവ് ഇങ്ങനെയുള്ളൊരു പേരിലാണ് നിങ്ങൾ പ്രേമിക്കുന്നതെങ്കിൽ വേണ്ട. ഒരാളെ ലൈഫ് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ കളിക്കാൻ പാടില്ലല്ലോ. ഇപ്പം പറഞ്ഞാൽ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മളെന്താ പറയുക എല്ലാം സഹിക്കേണ്ടതൊക്കെ സഹിച്ച് അയാളെ കൂടെ തന്നെ നിൽക്കേണ്ടതാണ്. അല്ലാതെ നമ്മളെന്താ പറയുക ഒരു ടൈം പാസ് എന്ന രീതിയിലാണ് പ്രണയം എങ്കിലും വേണ്ട ഗൈസ് പറയാം. അതായത് നമുക്കെന്താ പറയുക പ്രണയിച്ച് അടിച്ചു പൊളിച്ച് നടക്കാം, പക്ഷേ ആരും എന്താക്കരുത്, അല്ലെങ്കിൽ മരിക്കുന്നവരെ ഞാൻ നിൻ്റെ കൂടെ കാണും എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എന്താക്കരുത് നമ്മൾ ഒരാളെ ലൈഫ് വെച്ചിട്ട് കളിക്കരുത്. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് കേട്ടോ, ഇപ്പം എൻ്റെ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ആണുങ്ങൾ എന്താ പറയുക ചില സമയത്ത് എല്ലാവരും പറയുന്നതിൽ ചിലപ്പോൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് താണു കൊടുക്കേണ്ടി വരും. താണു കൊടുക്കാൻ പറ്റുന്ന താന്ന് കൊടുക്കുക തന്നെ വേണം. കാരണം രണ്ടാളും ഒരുപോലെ മുന്നോട്ടാണെങ്കിൽ എന്താ പറയുക ഇതിപ്പോൾ വഴക്കായിക്കോട്ടെ അത് അവസാനിക്കില്ല. പിന്നെ നമ്മൾ അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇപ്പം നമ്മുടെ പാർട്ട്ണറായിട്ടൊരു വഴക്കുണ്ടെങ്കിൽ അത് എന്താ പറയുക പരിഹരിക്കാൻ വേണ്ടി വേറൊരാൾ എന്താക്കരുത് അതിലോട്ട് കൊണ്ടുവരുത് കഴിച്ച്, അത് നമ്മുടെ ബന്ധം ഇല്ലാതാക്കും. ഇനി ഏകദേശം 1.5 കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മുടെ ബീച്ചിലോട്ട്. 1.5 കിലോമീറ്റർ അല്ല, 1.5 കിലോമീറ്റർ അതിൻ്റെ റൈറ്റിലോട്ട് പോകണം. അപ്പം ഗൈസ് മാക്സിമം എന്താക്കി പ്രണയിച്ചിട്ട് ആരും വഞ്ചിക്കാതിരിക്കുക. പ്രണയിക്കുന്നത് തെറ്റൊന്നുമില്ല. അപ്പം എൻ്റെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ അനന്തൂനും കൂട്ടി ഒരു റൈഡ് പോവുക, അവൻ്റെ മൈൻഡ് ഓക്കെ ആക്കിയിരിക്കാം. അതൊക്കെ തന്നെ നല്ലൊരു ഫ്രണ്ടാകുമ്പോൾ എന്താ വേണ്ടത്, നമ്മളെ ഓപ്പോസിറ്റിക്ക് നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അവർ വിഷമിച്ചിരിക്കുന്നത് കാണാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സ് ആരായിക്കോട്ടെ അവർ ഒരു ചെറിയ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഞാൻ പരിഹരിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ പരിഹരിക്കണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ റൈഡ് ഇറങ്ങി വന്നതും നമ്മുടെ ചെക്കനെ കൂട്ടിയിട്ട് ഇപ്പോൾ ഇവിടം വരെ എത്തിയത്. ഏകദേശം 150 കിലോമീറ്ററിൻ്റെ മേലെ അപ്പോൾ ഞങ്ങളെന്തായി കറങ്ങിക്കൊണ്ടിരിക്കുക.
ഇനിയിപ്പോൾ തിരിച്ചൊരു 150ൻ്റെ മുകളിൽ കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി നൈസായിട്ട് പാർക്ക് ചെയ്യാം. ഗ്യാപ്പ് നോക്കി, ഗ്യാപ്പ്. അതായത് നമ്മൾ ഇറങ്ങി വരുന്ന സ്ഥലമായിട്ട് നമുക്ക് ഒരു ഐഡിയ വേണം ഇവിടെ വണ്ടി വെച്ചതെന്ന്. ഇപ്പോൾ കുറച്ചും കൂടി മുന്നിൽ പോവാം. അവിടേക്കാം. ഇവിടെ വെക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. വണ്ടി വെക്കാൻ ഒട്ടും സ്ഥലമില്ല കേട്ടോ ഇവിടെ ഒന്നും. നിങ്ങൾ വണ്ടി എടുക്കുകയാണോ? തിരിച്ചിടാനോ? പോയി. അപ്പോൾ വണ്ടിയൊക്കെ സൈഡാക്കാം. ചാവി എടുക്കാൻ നേരെ ബീച്ചിലേക്ക്. സ്റ്റാൻഡൊക്കെ പറ്റിയാണല്ലോ, കുഴപ്പമില്ല. എങ്കിലും ഇറങ്ങിയാലോ? അപ്പോൾ ഗൈസ്, നമ്മൾ കോഴിക്കോട് ബീച്ചിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ എന്താ പറയുക, നല്ല രീതിയിൽ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ കടലിലെന്തോ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കടൽ നന്നായിട്ട് കരയിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. അതുപോലെ വെള്ളത്തിന് ചെറിയ കലപ്പും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ബൈ.